Hello dears, it's me Amaluz. Welcome to my channel. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഓണം സ്പെഷ്യൽ ബോട്ടിലായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടിലായിട്ട്. നല്ല അടിപൊളി ഒരു അത്തപ്പൂക്കളം നമ്മൾ കുപ്പിയിൽ സെറ്റ് ചെയ്തേക്കാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്തതെന്ന് നമുക്ക് നോക്കാമല്ലേ. അപ്പോൾ ആദ്യമേ ഞാൻ ഈ പൂക്കൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ആങ്കർ ത്രെഡാണ് എടുത്തേക്കണം കേട്ടോ. അപ്പോൾ ആങ്കർ ത്രെഡോ അല്ലെങ്കിൽ നമ്മുടെ വൂളൻ ത്രെഡില്ലേ അതാണെങ്കിലും മതി, ഏതാണെങ്കിലും എടുക്കുക. എന്നിട്ട് ഇതുപോലെ കുനുകുനാന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള കളറുകൾ എടുക്കുക. അപ്പോൾ ഞാൻ ഒരു ഡിസൈൻ ഒരു പാറ്റേൺ വരച്ചെടുത്തിരുന്നു. അപ്പം അതുപോലെ അതിൻ്റെ അകത്ത് എത്ര കളറാണ് നമുക്ക് വേണ്ടത് അതനുസരിച്ചാണ് ഞാൻ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ ഇത്രയും കളറുകൾ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു കുപ്പി, നല്ല ഫ്ലാറ്റായിട്ടുള്ള ഒരു കുപ്പി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലൊരു ഡിസൈനാണ് ഞാൻ വരച്ചെടുത്തേക്കണം കേട്ടോ. ഇതേപോലെ ഡിസൈൻ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഡിസൈൻ വരച്ചെടുക്കുക. അതിന് ശേഷം അതിനകത്ത് വേണ്ട കളറുകൾ നമ്മളിതുപോലെ നൂല് കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ ബാക്കിൽ നമ്മളിതുപോലെ പെൻസിൽ കൊണ്ട് ഫുള്ളായിട്ടൊന്ന് വരച്ചു കൊടുക്കുക. നമ്മുടെ കുപ്പിയിലേക്ക് ഇതൊന്ന് വരയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഒരു സ്കെച്ച് നമ്മുടെ കുപ്പിയിൽ കിട്ടിയാൽ മതിയാവും. അത് നമ്മൾ വരച്ചെടുക്കുകയൊന്നും വേണ്ട, അതിലേക്ക് നമ്മൾ ഇത് ഒട്ടിച്ചു കൊടുക്കുകയല്ലേ ചെയ്യണത്. അപ്പോൾ ഇത് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെച്ചിട്ട് നമുക്കൊന്ന് വരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ആരെങ്കിലുമൊക്കെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടോടുകൂടിയല്ലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ദയവേത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം നമ്മളിതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്കെച്ച് നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട് കുപ്പിയിൽ അല്ലേ. അപ്പോൾ നമുക്കിത് ഇനി ഇത് വരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്ലൂവിൽ, അതായത് നമ്മുടെ വൈറ്റ് ഗ്ലൂവിൽ അത് കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് ഇങ്ങനെ ആക്കിയെടുത്തേക്കണം കേട്ടോ. എന്നിട്ട് ഒരു ബ്രഷ് കൊണ്ട് ഇതിലേക്ക് ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് സെൻറ്ററിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ ഏറ്റവും സെൻറ്ററിൽ ഞാൻ നല്ല ഡാർക്ക് റെഡ് കളറാണ് കൊടുക്കാൻ പോണത്. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ അധികം നിങ്ങളോട് പറഞ്ഞു വെറുപ്പിക്കുന്നില്ല, ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് നോക്കിയിട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. പിന്നെ കുറച്ച് ശ്രദ്ധിക്കണം മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ഫൈനൽ ലുക്ക് നിങ്ങൾ കണ്ടല്ലോ, ഫൈനൽ ലുക്ക് അത് അടിപൊളി കിടിലനായിട്ട് കിട്ടിയിട്ടുണ്ട്. എനിക്ക് എന്തായാലും ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഫുള്ളായിട്ട് ഞാൻ ചെയ്തെടുക്കുന്നതെന്ന് ഒന്ന് നോക്കാം കേട്ടോ.
അപ്പോൾ നമ്മുടെ അത്തപ്പൂക്കളം കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് ഞാൻ ഈ മിച്ചുണ്ടായിരുന്ന നൂലുകളൊന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഹാപ്പി ഓണം എന്നൊന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ അത് വെച്ചിട്ട് ഇതിൻ്റെ നെക്കും കൂടെ ഒന്ന് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അടിപൊളി നല്ല ഒറിജിനൽ ലുക്ക് കിട്ടുന്ന ഒരു അത്തപ്പൂക്കളം നമ്മൾ കുപ്പിയിൽ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റിയില്ലേ? നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.